ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നമ്മൾ കുറേ നാളായില്ലേ കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോ ചെയ്തിട്ട്. കുറച്ച് തിരക്കായിരുന്നു, അതിനുശേഷം നന്നായിട്ട് മടി പിടിച്ചു കേട്ടോ. എന്തായാലും നമ്മളിപ്പോൾ നമ്മുടെ സമ്മർ വെക്കേഷൻ പോവാണ്. അധിക ദിവസമൊന്നുമില്ല, ഒരു 5 ദിവസത്തെ ട്രിപ്പേ ഉള്ളൂ. ബെൽജിയം ആംസ്റ്റർഡാമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം എങ്ങനെ, നമുക്ക് പോയാലോ? ഫിൻലാൻഡിൽ നിന്ന് 2.5 മണിക്കൂർ യാത്രയാണ് ബെൽജിയത്തിൻ്റെ ക്യാപിറ്റലായ ബ്രസലിലേക്കുള്ളത്. കാലത്ത് 8:45 ഫ്ലൈറ്റ്. കറക്റ്റ് ടൈമിൽ തന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. അച്ഛനും മോനും ഫ്ലൈറ്റ് കയറിയപ്പോൾ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അങ്ങനെ 2.5 മണിക്കൂർ ഫ്ലൈറ്റ് യാത്രയ്ക്ക് ശേഷം ബെൽജിയം സമയം 10:45 നമ്മൾ ബ്രസൽ എയർപോർട്ടിൽ എത്തിയിട്ടോ. ലഗേജ് വരാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡെല്ലാം എയർപോർട്ടിൽ നിന്ന് കഴിച്ചു. ബ്രസൽ സൗത്തിലാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന അപ്പാർട്ട് സിറ്റി ഹോട്ടൽ. ഇവിടുന്ന് ഒരു 1/2 മണിക്കൂർ യാത്രയുണ്ട്. എയർപോർട്ടിൽ തന്നെ ട്രെയിൻ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോവാണ്. ട്രെയിനെല്ലാം നല്ല നീറ്റായിരുന്നു കേട്ടോ. പക്ഷെ നമുക്കിവിടെ ചെറിയൊരു പണി കിട്ടി. അതെന്താണെന്ന് നമുക്ക് വീഡിയോയുടെ അവസാനം കാണാം. അങ്ങനെ ഹോട്ടലിലെത്തി ചെക്ക് ഇൻ ഫോർമാലിറ്റീസ് എല്ലാം തീർത്ത് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി നമ്മൾ റൂമിലേക്ക് പോയി. കിച്ചൺ ഉൾപ്പെടെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ റൂമായിരുന്നു കേട്ടോ അത്. ചെറിയൊരു നാപ്പ് എടുത്തതിന് ശേഷം നമ്മൾ പോയത് ഓൾഡ് ടൗൺ സ്ക്വയറിലേക്കാണ് കേട്ടോ. കുറച്ച് സമയം അതിലെല്ലാം ചുറ്റി നടന്ന് നമ്മളെത്തിയത് യൂറോപ്പിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഓൾഡ് ടൗൺ സ്ക്വയറിലേക്കാണ്. അതെ, ബ്രസൽസിലെ ഗ്രാൻഡ് പ്ലേസ്. നല്ല ഭംഗിയാണ് കേട്ടോ ഈ സ്ക്വയർ കാണാനായിട്ട്. ഗ്രാൻഡ് പ്ലേസിന് ഇത്രയധികം ഭംഗി കൊടുക്കുന്നത് ഈ കാണുന്ന ഗിൽഡ് ഹൗസുകളാണ്. നമ്മളവിടെ എത്തിയ സമയത്ത് ഫ്രിസിയൻ ഹാൻഡ്ബോൾ എന്ന് പറഞ്ഞൊരു ഗെയിം അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്ക് തന്നെയായിരുന്നു ഈ ഗ്രാൻഡ് പ്ലേസിലുണ്ടായിരുന്നത്. അവിടുന്ന് നേരെ പോയത് മനേക്കൻ പീസിനെ കാണാനാണ് കേട്ടോ. വേറൊന്നല്ല, ഒരു ചെറിയ കുട്ടി മൂത്രമൊഴിക്കുന്നത് കാണാനാണ്. കാണുമ്പോൾ നമുക്ക് കുറച്ച് തമാശയായിട്ട് തോന്നുമെങ്കിലും ഒരുപാട് കഥകളാണ് കേട്ടോ ഇവനെ പറ്റി പറയപ്പെടുന്നത്. അതുമാത്രമല്ല, ആൾക്ക് ഒക്കേഷൻ അനുസരിച്ചിട്ട് കോസ്റ്റ്യൂം കൂടെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നമ്മളവിടെ എത്തിയ സമയത്ത് അവൻ്റെ കോസ്റ്റ്യൂം ഒരാൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പം കാണാൻ നല്ല ക്യൂട്ടായിട്ടില്ലേ? മനേക്കൻ പീസിൻ്റെ വിവിധ രൂപത്തിലുള്ള ചോക്ലേറ്റുകളും സോനിയറുകളൊക്കെ നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇത്ര എപ്പോഴേക്കും നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. പിന്നെ മനേക്കൻ പീസിനോട് അടുത്തുള്ള ഒരു വേഫിൾ ഷോപ്പിലേക്കാണ് നമ്മൾ പോയത്. അവിടെ ചെന്നൊരു വേഫിൾ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ വേഫിളിന്. എനിക്ക് ഭയങ്കരമായിട്ടാണ് ഇഷ്ടപ്പെട്ടു. വേഫിൾ കഴിച്ചതിന് ശേഷം ബ്രസലിലെത്തി നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെട്ടൊരു വ്യക്തി നമുക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ളൊരു ഫ്രൈഡ് ഷോപ്പിലേക്കാണ് കേട്ടോ നമ്മൾ പോയത്. ഫ്രഞ്ച് ഫ്രൈസ് എന്ന് നമ്മൾ പറയുമെങ്കിലും ഫ്രൈസിൻ്റെ ഒറിജിൻ ബെൽജിയം തന്നെയാണ്. 2 തവണ ഫ്രൈ ചെയ്യുന്നുള്ളതാണ് ബെൽജിയം ഫ്രൈസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ പുറം ഭയങ്കര ക്രിസ്പിയും അകത്ത് ഭയങ്കര സോഫ്റ്റും ആയിരിക്കും. 2 തവണ ഫ്രൈ ചെയ്തുകൊണ്ട് നല്ല ക്രിസ്പി ഫ്രൈസ് ആയിരുന്നു. ബെൽജിയത്തിൽ വന്നു കഴിഞ്ഞാൽ ചോക്ലേറ്റ് കഴിക്കാതെ ഇങ്ങനെ പോവുക. അങ്ങനെ നമ്മൾ ചോക്ലേറ്റ് കഴിക്കാനായിട്ട് ഒരു ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. പല നട്ട്സുകൾ ചേർത്ത് നല്ല റിച്ച് ആയിട്ടുള്ള ചോക്ലേറ്റാണ് കേട്ടോ ബെൽജിയൻ ചോക്ലേറ്റ്. നമ്മൾ കുറച്ച് ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യുകയും ചെയ്തു, കുറച്ച് ചോക്ലേറ്റ് നമ്മൾ വാങ്ങുകയും ചെയ്തു. അതിൻ്റെ ബില്ല് കണ്ടപ്പോഴാണ് കേട്ടോ ശരിക്കും കണ്ണ് തള്ളിപ്പോയത്. ആ ക്ഷീണത്തിൽ നമ്മൾ കറക്കം അവസാനിപ്പിച്ച് നേരെ റൂമിലേക്ക് പോയി. നമ്മുടെ 2ാമത്തെ ഡേ ആരംഭിക്കുന്നത് മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ. ഇന്ന് നമ്മൾ ബ്രസലിലെ ഒരു ഐക്കണിക് പ്ലേസിലേക്കാണ് പോകുന്നത്. ബെൽജിയത്തിലെ നമ്മുടെ 2nd ഡേ ആണ്. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ആറ്റോമേത്തിലേക്കാണ്. ലോകത്തിലെ ഇതിന്റെ യൂണീക് ബിൽഡിംഗ് സ്ട്രക്ചറാണ് ആറ്റോമേത്തിനുള്ളത്. അടുത്ത് വന്നപ്പോഴാണ് കേട്ടോ ഇതിന്റെ വലുപ്പം ശരിക്കും അറിയണം. ശരിക്കും നല്ല വലിയൊരു ബിൽഡിംഗ് തന്നെയാണിത്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ആറ്റോമേത്തിനകത്തേക്ക് കയറുകയാണ് കേട്ടോ. എലിവേറ്റർ യൂസ് ചെയ്തിട്ട് വേണം ടോപ്പ് സ്പിയറിൽ എത്താനായിട്ട്. സെൻട്രൽ ട്യൂബ് വഴിയാണ് കേട്ടോ ഈ എലിവേറ്റർ പോകുന്നത്. 1958 ആറ്റോമിയൻ പണി കഴിഞ്ഞ സമയത്ത് യൂറോപ്പിലെ തന്നെ ഫാസ്റ്റസ്റ്റ് എലിവേറ്റർ ആയിരുന്നു ഇത്. ടോപ്പ് സ്പിയറിന് മറ്റ് സ്പിയറിലേക്ക് എലിവേറ്റർ അല്ലെങ്കിൽ എസ്കലേറ്റർ വഴി നമുക്ക് പോകാനായിട്ട് പറ്റും കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാം. ആ കാണുന്നത് മിനി യൂറോപ്പ് എന്ന് പറഞ്ഞൊരു പാർക്കാണ്. അവിടേക്ക് നമ്മൾ പോകുന്നുണ്ട് കേട്ടോ. ടോപ്പ് സ്ഫിയറിൽ നിന്ന് കഴിഞ്ഞാൽ ഈ സിറ്റിയുടെ ഒരു 360 ഡിഗ്രി വ്യൂ നമുക്ക് കാണാം. 9 സ്ഫിയറുകളെ ട്യൂബ് യൂസ് ചെയ്ത് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഈ ട്യൂബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ സ്റ്റെയർസ് ഉണ്ട്, എലിവേറ്റർ ഉണ്ട്, എസ്കലേറ്റേഴ്സ് ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഈ 9 സ്ഫിയറിൽ 6 സ്ഫിയറിൽ മാത്രമാണ് പബ്ലിക്കിന് ആക്സസ് ഉള്ളത്. ബാക്കി 3 സ്ഫിയർ സേഫ്റ്റി കൺസേൺ കാരണം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഈ 6 സ്ഫിയറിൽ നമുക്ക് എലിവേറ്റർ അല്ലെങ്കിൽ എസ്കലേറ്റർ വഴി പോകാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ ഓരോ സ്ഫിയറിലെയും കാഴ്ചകൾ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളത് ഫസ്റ്റ് സ്ഫിയറിനകത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ലൈറ്റ് ഷോ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഭയങ്കര രസമായിരുന്നു അത് കാണാനായിട്ട്.
താൽക്കാലിക എക്സിബിഷൻ നടക്കുന്ന സ്ഫിയറുകളാണ് കേട്ടോ ഇത്. ഇപ്പോൾ എക്സിബിഷനുകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവർ ഈ ലൈറ്റ് ഷോ വെച്ചിരിക്കുന്നത്. എന്തായാലും ഈ ലൈറ്റ് ഷോ കാണാൻ നല്ല ഭംഗിയായിരുന്നു. കിച്ചുവിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവൻ ഭയങ്കര കളിയായിരുന്നു കേട്ടോ ഇതിനകത്ത്. നമ്മളിനി അടുത്ത സ്ഫിയറിലേക്ക് പോവാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ആറ്റോമേത്തിൽ ഇഷ്ടപ്പെട്ടൊരു ഭാഗമാണ് കേട്ടോ ഇത്. വേറൊന്നല്ല, ദേ കാണുന്ന എസ്കലേറ്റർ. ഏറ്റവും കൂടുതൽ നീളം കൂടിയ എസ്കലേറ്ററാണിത്. അത് മാത്രമല്ല കേട്ടോ, ലൈറ്റിൻ്റെ ഒരു ഇല്യൂഷൻ തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. നമുക്കിതിലൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക അനുഭവമായിരുന്നു കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ബാക്കി 6 സ്ഫിയറിലെയും കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും ടോപ്പ് സ്ഫിയറിലെത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് സ്റ്റെയർ ഇറങ്ങി വേണം നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെത്താൻ. അങ്ങനെ നമ്മളിത് ആറ്റോമയത്തിനകത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ഒരു ഫോട്ടോയും ഒരു കീ ചെയിനും മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന ഓരോ ട്യൂബുകളും എലിവേറ്ററും എസ്കലേറ്ററും സ്റ്റെയർസ് ആണെന്ന് തോന്നുന്നുണ്ടോ? പിന്നീട് നമ്മൾ പോയത് മിനി യൂറോപ്പിലേക്കാണ്. ഇതൊരു പാർക്കാണ് കേട്ടോ. അതായത് യൂറോപ്പിലെ പ്രധാന കൺസ്ട്രക്ഷൻസ് എല്ലാം ഒരു മിനിയേച്ചർ രൂപത്തിൽ ഈ പാർക്കിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. കിച്ച് എന്തായാലും ഇവിടെ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് നമ്മളിവിടെ അധിക സമയം സ്പെൻഡ് ചെയ്തില്ല. നമ്മൾ അതിനോട് അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചു. ഇനി കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രസൽസ് സെൻറ്ററിലേക്ക് തന്നെ പോവുകയാണ്. അവിടെ നമ്മൾ പോയതൊരു കത്തീഡ്രലിലേക്കായിരുന്നു. എനിക്കവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് തന്നെ ഫ്രണ്ടിലുള്ള മിനി ഫോറസ്റ്റാണ്. അവിടെ ആളുകളെല്ലാം ലോഞ്ച് ചെയർസിൽ വിശ്രമിക്കുന്നുണ്ടായിരുന്നു. ടൗണിന് ഒത്ത നടുക്കാണ് കേട്ടോ ഈ മിനി ഫോറസ്റ്റ്. കത്തീഡ്രലിനകത്തും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അന്തരീക്ഷമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അവിടെ നിന്നൊന്നും അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല. അവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ യാത്രയുള്ളൂ കോൺഗ്രസ് കോളൻ. ഇതൊരു സ്മാരകമാണ്. അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് ആ സ്മാരകം കൂടി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഹിസ്റ്ററീസ് ഒന്നും പറഞ്ഞ് ആരും ഞാൻ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. ലാസ്റ്റ് റോയൽ പാലസിലേക്കാണ് കേട്ടോ നമ്മൾ എത്തിയത്. എനിക്ക് ഈ പാലസിനേക്കാൾ കൂടുതൽ ഇഷ്ടമായത് ഇവിടുത്തെ ഗാർഡൻ ആണ് കേട്ടോ. എന്ത് രസമായിട്ടാണല്ലേ അവരത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 2 ദിവസത്തെ ബ്രസൽസ് കാഴ്ചകൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ രാവിലെ നമ്മൾ ആംസ്റ്റർഡാമിലേക്ക് പോകും. ഇന്ന് ഭയങ്കര ടയേർഡാണ്. ഇനി റൂമിൽ പോയി റെസ്റ്റ് എടുക്കാൻ പോകണം. ബ്രസൽസിൽ നമുക്ക് കിട്ടിയ പണി ഇതായിരുന്നു. പല റെയിൽവേ സ്റ്റേഷനിലും മെട്രോ സ്റ്റേഷനിലും ലിഫ്റ്റ് വർക്കിംഗ് ആയിരുന്നില്ല. പിന്നെ നമുക്ക് സ്ട്രോളറൊക്കെ ഇങ്ങനെ പൊക്കി ഇറക്കേണ്ടി വന്നു. എന്തായാലും ഇന്നത്തെ കറക്കം അവസാനിപ്പിച്ച് നമ്മളിതേ നമ്മുടെ റൂമിലേക്ക് തിരിച്ചു പോവാണ്. അങ്ങനെ നമ്മുടെ ബ്രസൽസിലെ കാഴ്ചകളോട് അവസാനിക്കുകയാണ്. ഇന്ന് നമ്മൾ നേരെ ആംസ്റ്റർഡാമിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. ബൈ.